ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചാർട്ടിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. ഒരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഫസ്റ്റ് തൊട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിനെ കുറിച്ച്, അതായത് ഞാൻ മൊബൈല് അതേപോലെ തന്നെ ലാപ്ടോപ്പ് സിസ്റ്റങ്ങൾ കുറേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിന്ന് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ സ്ക്രീനിലേക്ക്, ഒരിക്കലും ഞാൻ സിസ്റ്റം ഉദ്ദേശിക്കുന്ന ഇത്ര വലിയ സാധനം വാങ്ങണം അങ്ങനെയൊന്നുമല്ല. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചാർട്ട് കാണാൻ പറ്റുന്ന, ഒന്നുകിൽ ടാബ് ആകാം, ലാപ്പ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് അതിലേക്ക് മാറുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ടാവാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫോണിലാണ്. ഓക്കെ, ഈ ഒരു ഫോണിലാണ് ഞാൻ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് മെയിനായിട്ട് കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് ചാർട്ട് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പല ലെവൽസും നമുക്ക് എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരിക്കില്ല അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാകാം. പല കാര്യങ്ങൾ നമ്മൾ കാണാതിരിക്കുന്നുണ്ടാവും. കാരണം ആലോചിക്കാം, നമുക്ക് ഇത്രയും ചെറിയ സ്ക്രീനിൽ വളരെ ചെറുതായിട്ടാണ് കാര്യങ്ങൾ കാണുന്നുണ്ടാകുക. ഒരിക്കലും ഇതൊരു പ്രൊഫഷണലായിട്ട് രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ മൊബൈൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടാവില്ല ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത്. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ചെറിയ ക്യാപിറ്റലിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു സ്ക്രീൻ എന്നുള്ള രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചാർട്ട് കാണാതെ ഒന്നെങ്കിൽ ലാപ്പ് ആകാം, ടാബ്സ് ആകാം, ഡെസ്ക്ടോപ്പ് വേർഷൻ ആകാം, എന്തെങ്കിലും ഒരു കുറച്ചും കൂടി വലിയ രീതിയിലേക്ക് മാറുക. അത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ തരുന്നുണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിൽ കാണുന്നതിനെക്കാട്ടിയും എത്രയോ ബെറ്റർ ആയിട്ട് നമുക്ക് അതിൽ ചാർട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അനാലിസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ നമുക്കൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു തോട്ടും കൂടി വരുന്നതാണ്. നമുക്ക് അങ്ങനെ മാറുന്ന സമയത്ത് എനിക്ക് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ നമ്മൾ മൊബൈൽ നോക്കുന്ന സമയത്ത് പല റാൻഡ് ഏരിയാസിലും പോയിട്ട് നമ്മൾ നോക്കുന്നുണ്ടാവും. പക്ഷെ ലാപ്പിലേക്കെല്ലാം പോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്കെല്ലാം പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും പഠിക്കണം നോക്കിക്കൊണ്ടേ ഇരിക്കില്ല. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മാറ്റം ഉണ്ടാവും. എപ്പോഴും എനിക്ക് പറയാനുള്ളത്, ക്വാളിറ്റി ആയിട്ടുള്ള ടൈംസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഫോർവേഡ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ട്രേഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും. ഓക്കെ, വെറുതെ റാൻഡായിട്ട് പോയിട്ട് ചാർട്ടിലെ മുന്നിൽ ഇരുന്നുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ല. നിങ്ങൾ വെറുതെ ഓവർ ട്രേഡ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയാണ്. നിങ്ങൾ കുറച്ചും കൂടി ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിന്ന് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന സമയത്ത് നിങ്ങളൊരു അപ്ഡേഷൻ നടത്തുക. ഏറ്റവും ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ബാഡായിട്ട് പോകില്ല. നിങ്ങളുടെ ഒരു ട്രേഡിംഗ് കരിയർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡായിട്ട് പോകുന്ന രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു എപ്പോഴും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. ഞാൻ ഇതിന് ശേഷം ഞാൻ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായത് ഈ ഒരു ലാപ്പിലേക്കായിരുന്നു. ഓക്കെ, ഈ ഒരു ലാപ്പിലേക്കായിരുന്നു ഞാൻ അപ്ഡേഷൻസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ ഓഫറിന് വാങ്ങിയായിരുന്നു. ഒരു 19 രൂപ സംതിങ് ആയിരുന്നു ഈ ഒരു ലാപ്പ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, അതായത് ഈ മൊബൈലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയ സമയത്ത് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ സമയം എനിക്ക് ചാർട്ടിൻ്റെ മുന്നിൽ പ്രോപ്പറായിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ എക്സിക്യൂഷൻസ് എല്ലാം കുറച്ചും കൂടി ബെറ്റർ ആയി. നമ്മൾ മൊബൈൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാർട്ട് ഒരു ടൈം നോക്കുന്നുണ്ടാവും. അതേപോലെ ഷഫിൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ആ ഒരു ട്രേഡ് എക്സിക്യൂഷൻസ് എല്ലാം ചെയ്യുന്നുണ്ടാവും. നമ്മൾ ലാപ്പിലേക്ക് പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് അതിന് തന്നെ സെപ്പറേറ്റ് സ്ക്രീൻ ആക്കി അങ്ങനെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചാർട്ട് വാച്ച് ചെയ്തുകൊണ്ട് മൊബൈൽ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ബെറ്റർ ആയിട്ടുള്ള ഒരു അനാലിസിസ്, ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർട്ട് പെർഫോമൻസ് നമുക്ക് ഒരു സ്ക്രീനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കുറേ നാൾ യൂസ് ചെയ്തു. അതിന് ശേഷം അറിയായിരിക്കും നോർമലി കുറച്ച് ലാഗും കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങി. അതിനുശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്രണ്ടെല്ലാം ആയ സമയത്ത് ഞാനൊരു അപ്ഡേഷൻസും കൂടി നടത്തി. അതിനുശേഷം ഞാൻ ഈ ഒരു മാക്കിലേക്കായിരുന്നു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ മാക്കിൽ തന്നെയായിരുന്നു ഞാൻ കുറേ നാൾ യൂസ് ചെയ്യും. കാരണം വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു വലിയ സ്ക്രീനോ കാര്യങ്ങളോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. നമുക്ക് ചെറിയൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ തന്നെ ട്രേഡ് ചെയ്യാനും അതേപോലെ നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം നടന്നു പോകണം. സ്മൂത്തായിട്ട് വർക്കും കാര്യങ്ങളിൽ ഇതിൽ അത്യാവശ്യം സ്മൂത്തായിട്ട് നമ്മൾ വർക്കും കാര്യം ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും, കണ്ടന്റ് ഇതേപോലെ ക്രിയേഷൻ ചെയ്യുന്നുണ്ടാവും, അതിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്നുണ്ടാവും, വാട്ട് എവർ ഇറ്റ് ഈസ് എല്ലാ കാര്യങ്ങളും ഇതിൽ പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന കോൺസെപ്റ്റ് ഇത്രയാണ്. നിങ്ങളിപ്പോൾ ഒരു മൊബൈലിലാണ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചാടിക്കയറി നിങ്ങൾ ഒരു അപ്ഡേഷൻ നടത്തണമെന്നില്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഒരു സ്ക്രീന്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ക്രീന്, ടാബോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ആപ്പിലേക്കോ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. എപ്പോഴും നിങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസും അതേപോലെ നല്ലൊരു രീതിയിലെ പെർഫോമൻസ് മാത്രമേ നിങ്ങൾക്ക് തരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇതിന് ശേഷം ഞാനിത് കുറേ നാൾ യൂസ് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് മാറിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സ്ക്രീൻ എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ഡെസ്ക്ടോപ്പ് സെറ്റപ്പിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഞാനിത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ ഇതെല്ലാം ആ ഒരു ജേർണിയിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇത് കൊടുക്കുക കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ഒരു സ്ക്രീൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതായത് ക്രിയേഷനും അതേപോലെ എത്ര പൈസ കാര്യങ്ങളും പൊടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടാൻ തുടങ്ങി. ഓക്കെ,
കാരണം വെച്ചാൽ എനിക്ക് മൾട്ടിപ്പിൾ സ്ക്രീൻസ് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സിക്യൂഷൻസ് നമ്മൾ മൊബൈലിന് പകരം ഇതിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വിൻഡോ എന്നുള്ള രീതി, നമുക്ക് ഇത്രയും വലിയൊരു സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഓക്കെ അത് നമുക്ക് ആ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് മാറാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലെങ്കിൽ മാറാം. നമുക്കൊരു ലാപ്ടോപ്പ് മാത്രം മതി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ക്രീന് മാത്രം മതി ട്രേഡ് ചെയ്യാൻ വേണ്ടി. ബട്ട് ഇവിടെ പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത് നിങ്ങൾ എപ്പോഴും വാച്ച് ചെയ്യുന്ന ചാർട്ട് വലിയൊരു സ്ക്രീനിൽ വാച്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. അത് നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് തരും, ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ട്രേഡ്സ് നിങ്ങൾക്ക് തരും, ക്വാളിറ്റി ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തോന്നും. മൊബൈലിൽ വരുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇത് കേട്ട ഉടനെ പോയിട്ട് നിങ്ങൾ അപ്ഡേഷൻ നടത്തണം എന്നല്ല, ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഇത് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ഡേഷൻസ് വരുത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ചാടിക്കറി നിങ്ങൾ ബൈ ചെയ്യേണ്ട. ഒരു പെർഫോമൻസ് ബെറ്റർ ആയിട്ട് ഒരു കേവ് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് നടത്തേണ്ടതാണ്. നടത്തുന്നത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ മാത്രമല്ല പല നിങ്ങളെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതും പല രീതിയിലുള്ള സ്കിൽസ് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് ആ ഒരു തോട്ടും കാര്യങ്ങളും വരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. എന്തെങ്കിലും ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ വേറെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.